79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിനായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് 22 ടീമിനെ പ്രഖ്യാപിച്ചത്. എറണാകുളം ആലുവ സ്വദേശിയായ ജി സഞ്ജുവാണ് ടീം ക്യാപ്റ്റൻ. ക്യൂട്ടി ദി ബ്യൂട്ടി സോപ്പാണ് കേരള ടീമിന്റെ മുഖ്യ സ്പോൺസർ. ഈ മാസം 22-ന് അസമിൽ ആരംഭിക്കുന്ന 79ാമത് സന്തോഷ് ട്രോഫിക്കായുള്ള കായിക താരങ്ങളുടെ പ്രഖ്യാപനമാണ് കൊച്ചിയിൽ നടന്നത്. കഴിഞ്ഞ വർഷം ഒരു ഗോളിന് നഷ്ടപ്പെട്ട കിരീടം ഇക്കുറി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ടീം മത്സരത്തിന് സജ്ജമായത്. യുവതാരങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ടീം. സർവീസസ്, പഞ്ചാബ്, ഒഡീഷ, റെയിൽവേസ്, മേഘാലയ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് കേരളം. ജനുവരി 22-ന് പഞ്ചാബുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. 24-ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റെയിൽവേസ് ആണ് കേരളത്തിന്റെ എതിരാളികൾ. അസമിലെ തണുത്ത കാലാവസ്ഥയെ നേരിടാൻ വയനാട്ടിലായിരുന്നു കേരള ടീമിന്റെ പരിശീലനം. കിരീടം ചൂടാൻ ടീം സജ്ജമാണെന്ന് മുഖ്യ പരിശീലകൻ ഷഫീഖ് ഹസൻ പറഞ്ഞു. 22-ന് പഞ്ചാബുമായിട്ടുള്ള ആദ്യ മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നിലുള്ള ലോങ് ടേം ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ ചാമ്പ്യൻഷിപ്പ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ക്യൂട്ടി ദി ബ്യൂട്ടി സോപ്പാണ് കേരള ടീമിന്റെ മുഖ്യ സ്പോൺസർ. കേരളത്തിൻ്റെ തനതായ ഒരു ഉൽപ്പന്നം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക മേഖലയിലുള്ള ഒരു കേരളത്തിൻ്റെ സ്വപ്നമായിട്ടുള്ള ഫുട്ബോൾ ട്രോഫിയിലെ ഒരു ടീമിനെ സ്പോൺസർ ചെയ്യുക എന്നുള്ളത് ഒരു അഭിമാനമുള്ള കാര്യമാണ്. സന്തോഷ് ട്രോഫിയിൽ മത്സരിക്കുന്ന കേരള ടീമിനായുള്ള തീം സോങ്ങും ഇത്തവണ പുറത്തിറക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ക്യൂട്ടി ദി ബ്യൂട്ടി സോപ്പിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KP ഖാലിദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഇസ്മായിൽ ഖാലിദ്, ഇബ്രാഹിം ഖാലിദ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, ഹോണററി പ്രസിഡന്റ് ടോം ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.